വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് കരിയർ റീഡിംഗ് ആണ്. നിങ്ങൾ ഏത് ഫീൽഡിലാണ് കരിയറിൽ സക്സസ് ആവുക എന്നുള്ളതാണ് നോക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഡെസ്റ്റിനിയിൽ ഏത് ഫീൽഡാണ് വരിക, നിങ്ങളുടെ കഴിവ് എന്താണെന്നുള്ളതാണ് ഇന്ന് റീഡ് ചെയ്യുന്നത്. കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. കാർഡ്സ് നോക്കാം. High Priestess, Ace of Wands, Hermit, Knight of Cups, Six of Swords, Ace of Pentacles, Six of Wands, Queen of Swords, Hanged Man, Two of Wands, Lovers. Bottom of the deck 3 of Wands ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് ഇതൊക്കെയാണ്. ഹൈ പ്രീസ്റ്റസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് കാർഡ് ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. ഈ രണ്ട് കാർഡ്സ് ഇത് ഫസ്റ്റും ലാസ്റ്റും വരാനുള്ള കാരണം, ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഡെസ്റ്റിനി ജോബ് എന്താണെങ്കിലും അത് നിങ്ങളുടെ സോൾ പേർപ്പസുമായിട്ട് അലൈൻമെൻറ്റ് വരണം എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ സോൾ പേർപ്പസ് തന്നെയാണ് നിങ്ങളുടെ കരിയറായിട്ട് കാണിക്കുന്നത്. ചിലർക്ക് കരിയർ ആയിരിക്കില്ല സോൾ പേർപ്പസ്. ബട്ട് ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ എനർജിയുമായിട്ട് റീസണേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി തന്നെയാണ് നിങ്ങളുടെ സോൾ പേർപ്പസ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലവേഴ്സ് കാർഡ് ഇവിടെ ലാസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത്. മീൻസ് നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് ആത്മസംതൃപ്തി, അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ്, നിങ്ങൾക്ക് വെറും ഒരു ഇൻകം ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഇത് നിങ്ങൾക്ക് അതിൽ കിട്ടണം. നിങ്ങളുടെ സോള് ഹാപ്പി ആയിരിക്കണം. നിങ്ങൾക്ക് എങ്ങനെ വന്നാലും അതിൽ നിങ്ങൾക്കൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം, ഇൻഡ്യൂഷൻ ഉണ്ടാവണം. ഇതൊക്കെ ഒരു അലൈൻമെൻറ്റിൽ വരുമ്പോഴാണ് ലവേഴ്സ് കാർഡ്. ആ ഒരു നമ്മുടെ പാർട്ട്ണറോട് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാവുക അതുപോലെ ആയിരിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഹൈ പ്രീസ്റ്റസ് വന്നത് നിങ്ങൾ ചെയ്യുന്ന ജോലി, ഇൻഡ്യൂഷൻ, അതുപോലെ ഇന്നർ വിസ്ഡം, സ്പിരിച്വൽ ഇൻ്റലിജൻസ്, ഇതെല്ലാം യൂസ് ചെയ്തിട്ടുള്ള പാത്താണ് നിങ്ങളുടെ ഡെസ്റ്റിനി പാത്ത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് ഏകദേശം ഒരു ഹീലിംഗ്, ക്രിയേറ്റർ, അതുപോലെ ടീച്ചേഴ്സ്, ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു ഡെസ്റ്റിനി ജോബായിട്ട് വരുന്നത്. നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള ടാലൻറ്റ് ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫീൽഡായിട്ടാണ് വരുന്നത്. അതുപോലെ ഏസ് ഓഫ് വോൺസ് ആണ് സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത്. അത് ഒരു ഡെസ്റ്റിനിയിലേക്ക് ഉണ്ടാവുന്ന സ്പാർക്കിനെ കാണിക്കുന്നതാണ്. ഇതുവരെയും ആ ഡെസ്റ്റിനിയിൽ നിങ്ങൾ എത്തിയതായിട്ട് കാണിക്കുന്നില്ല, പക്ഷെ അതിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. ബട്ട് അത് കുറച്ച് ഡിലേ ആണ് ഹാങ്ഡ് മാൻ കാണിക്കുന്നത്. അതാണ് അവിടെ ആ ഡിലേ വരുന്നത് പേർപ്പസ്ഫുള്ളി യൂണിവേഴ്സ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ബിക്കോസ് അതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനി പാത്തിലേക്ക് എത്തുന്നതിന് മുന്നേ നിങ്ങൾ കുറേ ലെസൺ ലേൺ ചെയ്യേണ്ടതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ലേൺ ചെയ്ത് മുന്നിലുള്ള ബ്ലോക്കൊക്കെ മാറിക്കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ സോൾ അലൈൻമെൻറ്റിൽ വരുന്ന ഒരു ഡെസ്റ്റിനിയിലേക്ക് നിങ്ങൾ എത്തുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ്, പുതിയ ഐഡിയാസ് വരുന്നുണ്ടാകാം. അതുപോലെ പുതിയൊരു പാഷനിലോട്ടേക്ക് പോകണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സോള് നിങ്ങളെ അതിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് പുതുതായി ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാകാം. അതല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ജോലി വേണ്ടാന്ന് വെച്ച് പുതിയൊരു ജോലിയിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി വരുന്നുണ്ടാകാം. ഇതെല്ലാം നിങ്ങളുടെ സോള് നിങ്ങളിങ്ങനെ പ്രഷർ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് പുതിയൊരു പാത്താണ് നിങ്ങളുടേത് എന്നുള്ളതാണ് വന്നത്. പിന്നെ ഹെർമിറ്റ് കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ ഇന്നർ ടീച്ചർ, ഇന്നർ ഗുരു എന്നൊക്കെ നമ്മൾ പറയല്ലോ, അതാണ് കാണിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തിലോട്ടെങ്കിലും പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള വഴിയാണ് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടേതൊരു സോളോ എനർജി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എന്ത് ജോലി ചെയ്യേണ്ട ആൾക്കാരാണെങ്കിലും അവിടെ നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് പറ്റില്ല. സോളോ എനർജിയുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു സ്പിരിച്വൽ ടീച്ചർ അല്ലെങ്കിൽ നോളജ് ഷെയർ ചെയ്യുന്നൊരു വ്യക്തി, ഇൻഡിപെൻഡൻ്റ് ആണ് നിങ്ങളുടെ ജോബ്. ഒരിക്കലും അവിടെ പാർട്ട്ണർഷിപ്പ് വരുന്നില്ല.
ഈ പാർട്ട്ണർഷിപ്പിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ സക്സസ് ആവില്ല, അവിടെ നിങ്ങൾ ഡള്ളായി പോകും. അത് ചില സമയം നിങ്ങൾക്ക് ഉപേക്ഷിച്ച് പോകേണ്ടി വരാം. കാരണം നിങ്ങളുടേത് സോളോ എനർജി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് പോകേണ്ട ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഹെർമിറ്റ് കാർഡ്. നിങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഇന്നർ ടീച്ചർ ഉണ്ട്. ആ ഒരു ഇതാണ് നിങ്ങൾക്ക് ഇൻഡ്യൂഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത്, മൈൻഡും ഇൻഡ്യൂഷനും തമ്മിൽ തിരിച്ചറിയണം. ഇല്യൂഷൻ ഉണ്ടാവും, ഇൻഡ്യൂഷൻ ഉണ്ടാവും, അത് തിരിച്ചറിയണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള പാത്തിലേക്ക് എത്താൻ പറ്റും. ഈ നൈറ്റ് ഓഫ് കപ്സ്, ഹാങ്ഡ് മാൻ, അതൊക്കെ കാണിക്കുന്നത്, 6 ഓഫ് സോർഡ്സ്, ഇതൊക്കെ കാണിക്കുന്നത് ഡിലേ എനർജിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡിലേ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫിയർ ഒന്നും വേണ്ട. കാരണം അവിടെ ഡിലേ സംഭവിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് പേർപ്പസ്ഫുള്ളി യൂണിവേഴ്സ് ചെയ്യുന്നതാണ്. അതിന് മുന്നേ നിങ്ങൾ കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യാനുള്ളത് കൊണ്ട്. അതുകൊണ്ട് അതിലോട്ടേക്ക് എത്താൻ കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടാവും. പക്ഷേ വൺസ് നിങ്ങൾ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സക്സസ് ആണ്. പബ്ലിക് നിങ്ങളെ ഒരു പബ്ലിക്കിൽ അറിയപ്പെടും. നിങ്ങൾ ആ ഒരു ഇപ്പോൾ ഒരു വിത്ത് പാകുന്ന രീതിയിലാണ്. ആ വിത്ത് പാകി അതൊന്ന് വളർന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പബ്ലിക് അംഗീകരിക്കുന്ന രീതിയിൽ, സൊസൈറ്റി അംഗീകരിക്കുന്ന രീതിയിൽ, അറിയപ്പെടുന്ന രീതിയിൽ വരും എന്നുള്ളതാണ് ഇവിടെ 6 ഓഫ് വോൺസ് കാണിക്കുന്നത്. അതുപോലെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പം ഒരു ബ്രേക്ക് ത്രൂ ആണ് വരുന്നത്. അതായത് ഒരു മേജറായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ചില ജോലിയൊക്കെ ചിലർ ഒഴിവാക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പുതിയൊരു വഴി ഓപ്പൺ ആവുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു വഴി എന്ന് പറയുമ്പം നിങ്ങൾക്ക് എന്നേക്കുമായിട്ടുള്ളൊരു സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത്. അതിലോട്ടേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നിങ്ങളുടെ സോൾ പർപ്പസ് ആയിട്ടാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് 2 ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. വേൾഡ് എക്സ്പാൻഷനെ കുറിച്ചാണ് അത് കാണിക്കുന്നത്. അത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു ഗ്ലോബൽ ഓഡിയൻസിനെ കിട്ടും എന്നുള്ളത്. നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഗ്ലോബൽ വൈസാണ് നിങ്ങൾക്കൊരു റെക്കഗ്നൈസേഷൻ കിട്ടുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഓഡിയൻസ് ഉണ്ടാവും. അതുപോലെ അബ്രോഡ് കണക്ഷൻ, വേൾഡ് വൈഡ് ഇമ്പാക്റ്റ്, എന്തെങ്കിലും സമൂഹത്തിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം. അതല്ലെങ്കിൽ നാളെ നിങ്ങൾ ഏതെങ്കിലും വഴിയിൽ വേൾഡിൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന എന്തിലോട്ടേക്കെങ്കിലും കണക്റ്റ് ആവുന്നുള്ളതാണ് അവിടെ വന്നിരിക്കുന്നത്. അതാണ് ഇവിടെ 6 ഓഫ് വോൺസും കാണിക്കുന്നത്. പബ്ലിക് സക്സസ്സിന്, അതുപോലെ പബ്ലിക്കിൽ നിങ്ങൾ അറിയപ്പെടുന്നതും സൊസൈറ്റി നിങ്ങൾ അംഗീകരിക്കുന്നതിനെ കുറിച്ചിട്ടുമാണ് അത് കാണിക്കുന്നത്. പിന്നെ ക്യൂൻ ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു സ്മാർട്ട് കമ്മ്യൂണിക്കേറ്റർ ആണ്. അതായത് നിങ്ങളുടെ ഫൈനൽ റോളാണ്, ഫൈനൽ കരിയർ റോളാണ് ഈ ക്യൂൻ ഓഫ് സോർഡ്സ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഏത് വഴിയിലേക്ക് പോയാലും, ഇപ്പോൾ പല ജോലിയിൽ കയറി ഇറങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു ഫൈനൽ റോൾ എന്ന് പറയുന്നത്, നിങ്ങൾ സോൾവ് ചെയ്യേണ്ടതായിട്ടുള്ള റോൾ എന്ന് പറയുന്നത് സ്മാർട്ട് കമ്മ്യൂണിക്കേറ്റർ, അതുപോലെ ക്ലിയർ തിങ്കർ, ഇൻഡിപെൻഡൻറ്റ് ലീഡർ, ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കരിയർ ഡെസ്റ്റിനി എന്ന് പറയുന്നത് ടീച്ചിങ് ഫീൽഡിലായിരിക്കാം, ഒരു ഗൈഡായിരിക്കാം, കമ്മ്യൂണിക്കേറ്റർ, അതുപോലെ സ്പിരിച്വൽ മെൻറ്റർ, റൈറ്റർ, പിന്നെ നോളജ് ഷെയർ ചെയ്യുന്ന ആൾക്കാർ, ലീഡർഷിപ്പാണ് മെയിനായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്മാർട്ട് കമ്മ്യൂണിക്കേറ്റർ, ക്ലിയർ തിങ്കർ എന്നൊക്കെ പറഞ്ഞത്. അതാണ് നിങ്ങളുടെ ഫൈനൽ റോൾ വരുന്നത്. ഏത് വഴിയിലേക്ക് പോയാലും ലാസ്റ്റ് നിങ്ങൾ എത്തിച്ചേരേണ്ടതായിട്ടുള്ള ഒരു ഡെസ്റ്റിനി എന്ന് പറയുന്നത് അതാണ്, ലീഡർഷിപ്പാണ്. അവിടെ ഡിലേ ഉണ്ടാവും. ഡിലേനെ കുറിച്ച് ആലോചിക്കേണ്ട. അവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സമയമായിട്ടാണ്, നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് ആ ഒരു ഡിലേ എനർജിയെ നിങ്ങൾ കാണേണ്ടത്. ഒരിക്കലും നിങ്ങൾക്ക് ആഗ്രഹമുള്ള മേഖലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തടസ്സം വന്നാലും അത് ഒഴിവാക്കാൻ പാടില്ല. ഗീവ് അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. പിന്നെയും നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് അത് ഗീവ് അപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ ഈ ലവേഴ്സ് കാർഡ് കാണിക്കുന്ന നിങ്ങളുടെ സോൾ പേർപ്പസ്, അതുപോലെ പാഷൻ, ട്രൂ കോളിംഗ്, ഇതെല്ലാം ഒരു അലൈൻമെൻറ്റിൽ വരുന്ന ഒരു ജോബാണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്താണോ അത് നിങ്ങൾക്ക് ഈ ജോലിയിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു സോൾ പർപ്പസുമായിട്ട് അലൈൻമെൻറ്റിൽ വരുന്നൊരു കരിയറാണ് നിങ്ങൾക്ക് എന്നുള്ളത് പറയാൻ കാരണം. ഈ ഡെസ്റ്റിനി കരിയറിൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി, സക്സസ്, ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് 4 ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്കുണ്ടാവുന്ന സ്റ്റെബിലിറ്റി, സക്സസ്, അതുപോലെ ഹാപ്പി ഫൗണ്ടേഷൻ, പിന്നെ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങൾക്കുണ്ടാവും. അതുപോലെ നിങ്ങൾ എന്ത് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത്. പിന്നെ നിങ്ങളുടെ സോൾ ഫാമിലി നിങ്ങളെ സപ്പോർട്ടായിട്ട് വരും. അതായത് നിങ്ങളുടെ സോൾ പേർപ്പസ് ആയിട്ടാണ്, റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ കരിയർ വരുന്നത്. അത് സോൾ പേർപ്പസുമായിട്ട് വരുന്നത് കൊണ്ട് നിങ്ങളുടെ സോൾ ഫാമിലി, നിങ്ങൾ ആ ഒരു ഇതിലോട്ടേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ, ഇപ്പം മടിച്ചു നിൽക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിക്കഴിയുമ്പോൾ സപ്പോർട്ടീവ് എനർജി അവിടെ വരും. അത് യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യും. ആ സമയത്ത് നിങ്ങളുടെ സോൾ ഫാമിലിയിലുള്ള ആൾക്കാർ നാച്ചുറലി നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷന് വരും, കണക്റ്റ് ആവും. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു എന്തെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് അതിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. അതുകൊണ്ട് ആ സോൾ ഫാമിലി, ഒരു സപ്പോർട്ടീവ് കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് അറൗണ്ട് ഉണ്ടാവും എന്നുള്ളതാണ് കാണിക്കുന്നത്. പബ്ലിക് സെലിബ്രേഷൻ ഉണ്ടാവും. ഓവറോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങളുടെ ഡെസ്റ്റിനി കരിയർ എന്ന് പറയുമ്പോൾ വെറും ഒരു ഇൻകം
ഏൺ ചെയ്യൽ മാത്രമല്ല, നിങ്ങളുടെ പാഷനാണ്, നിങ്ങളുടെ പേർപ്പസാണ്. അതിലൂടെയാണ് നിങ്ങളുടെ ഹാപ്പിനെസ്, സ്റ്റെബിലിറ്റി, നിങ്ങളുടെ ഫൗണ്ടേഷൻ, ഫ്രീഡം, സെലിബ്രേഷൻ ഇതൊക്കെ വരുന്നത്. ഇത് നിങ്ങളെ സ്ട്രോങ് ആക്കും. കാരണം സോളോ ജേണിയാണ്, സോളോ എനർജിയാണ് എന്ന് പറഞ്ഞു ഈ ഹെർമിറ്റ് എനർജിയിലേക്കാണ് വരേണ്ടത്. അപ്പോൾ ഈ ഒരു കരിയറിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളവിടെ ഫ്രീ ആകും, നിങ്ങൾ ഇൻഡിപെൻഡൻറ്റ് സോൾ ആകും എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.